കയ്യിൽ വിലങ്ങ് വെച്ചെന്ന് കരുതി വായി തോന്നിന്ന് പറയണ്ട. ഇവിടെ ഒരു ജയിലിലും എന്നെ പെർമനന്റ് ആയി ഇടാൻ പറ്റില്ല. ഞാൻ പുറത്തെങ്ങാനും വന്നാല് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനിയുള്ള ദിവസങ്ങൾ ജയിലിൽ തന്നെ ഇരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കേ. പുറത്തിറങ്ങി നീ വീണ്ടും പണി തുടങ്ങിയ പിന്നെ നീ ജീവനോടെ പോവില്ല. വേദാന്ത് പ്ലീസ്, എന്താ ഇവിടെ നടക്കുന്നേ? നമ്മളിപ്പോ ഇവനെ അറസ്റ്റ് ചെയ്ത് വേറൊരു ഹരാസ്മെന്റ് കേസിനാണ്. ബട്ട് നിങ്ങൾ വേറെന്തൊക്കെയാണല്ലോ പറയുന്നത്? ഇവൻ എങ്ങനെ ട്രാപ്പിലായി? ഇവന്റെ പേരിൽ ആരാ കംപ്ലൈന്റ് കൊടുത്തെന്ന് എനിക്കറിയില്ല. പക്ഷെ കംപ്ലൈന്റ് ചെയ്ത ആ വ്യക്തിയോട് എനിക്കൊരുപാട് നന്ദിയുണ്ട്. ഇവനെ ഇപ്പൊ ഈ അവസ്ഥയിൽ കാണാൻ പറ്റിയതില്. ഇവൻ എന്റെ അനിയത്തിയെ ട്രാപ്പിലാക്കിയ കാര്യം ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത്. സാറിപ്പോ ഇവിടെ ഉള്ളോണ്ട് നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനിപ്പോ ഇവനെ വെറുതെ വിടുക. ഇല്ലെങ്കിൽ ജയിലിലേക്ക് ഇവന്റെ ശവം കൊണ്ടുപോവേണ്ടി വന്നേനെ. ഓ, ഇവന്റെ പണി ഇത് തന്നെയാണല്ലേ? നിങ്ങളൊരു കംപ്ലൈന്റ് തരും വേദാന്ത്. ഒരിക്കലും ഇവൻ പുറത്തു വരാത്ത പോലെ ഞാൻ നോക്കിക്കോളാം. ഞാൻ കംപ്ലൈന്റ് ചെയ്തില്ലെങ്കിലും ശരി, ഇനി ഒരിക്കലും ഇവൻ പുറലോകം കാണാൻ പാടില്ല. പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അമ്മാവൻ ML എന്നൊക്കെയുള്ള അഹങ്കാരം ഉണ്ടായിരുന്നില്ലേ? ഇനി നീ ആരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് പുറത്തു വരുന്ന ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ ഈ വേദാന്ത് നിന്നെ വെല്ലുവിളിക്കുക. ഓക്കെ വേദാന്ത്, സമാധാനപ്പെടൂ. ഇവന് കിട്ടേണ്ട ശിക്ഷ തീർച്ചയായും കിട്ടിയിരിക്കും. ഡോണ്ട് വറി. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. ഇനിയുള്ള കാലം അത്രയും വല്ല നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കേ. അല്ലാതെ എന്റെ അനിയത്തിയുടെ അമ്മൂലിയുടെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ നിന്നെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റില്ല. മൈൻഡ് ഇറ്റ്. അർജന്റ് ആണോ? എനിക്ക് വീട്ടിലേക്ക് കുറച്ച് നേരത്തെ പോണായിരുന്നു. ഇല്ല, എനിക്കും വളരെ അർജന്റ് ഉണ്ട്. നടക്കേണ്ട കാര്യം എനിക്ക് ഇപ്പൊ തന്നെ നടക്കണം. അയ്യോ ആണോ? എന്നാ ശരി, പറ, ഞാൻ ചെയ്യാം. നീ വേദാന്തിന്റെ അടുത്തുനിന്ന് ദൂരെ നിൽക്കണം. അയ്യോ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ എന്ത് തെറ്റാ ഇന്ന് ചെയ്തത്? ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കല്ലേ, എനിക്ക് വിഷമാവും. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു നീ വിചാരിക്കണ്ട. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ അത് ശരിക്കും കേട്ടോ. ഇന്ന് വരെ നിന്റെയും വേദാന്തിന്റെ ഇടയിലേക്ക് കയറി വന്ന് ഞാൻ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. സോ വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. നീ വേദാന്തിന്റെ കൂടെ എത്ര ക്ലോസ് ആയിട്ടാ ബിഹേവ് ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ടാമൂല്യ. കണ്ട് നിനക്കത് മനസ്സിലായെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല സാഹിത്യം. വെറുതെ നാടകം കളിക്കണ്ട നീ. ഐ നോ യു ലൈക്ക് ഹിം. പക്ഷെ അവർക്ക് നിന്നെ പറ്റി എന്താ അഭിപ്രായം എന്നുള്ളത് നിനക്ക് തന്നെ അറിയാലോ. നീ എന്തിനെ പറ്റി സംസാരിക്കുന്നേ? ഇന്ന് നിന്നെ വേദാന്ത് ഈർക്കിളിക്കൊള്ളിയെന്ന് വിളിച്ചു. ഇത്രയും മെലിഞ്ഞിട്ടിരിക്കുന്ന നീ അത്രയും ഹാൻസം ആയിട്ടുള്ള വേദാന്തിന് ഏത് ആംഗിളിലാണ് സൂട്ടാവുക? നിന്റെ വസ്ത്രധാരണവും മുഖവും ഒക്കെ ആർക്കാണ് ഇഷ്ടാവുക? പോരാതെ നിന്റെ സ്റ്റാറ്റസ് എന്ത്, അവരുടെ സ്റ്റാറ്റസ് എന്ത്? നീ ലിമിറ്റ് വിടുന്നുണ്ട് സാഹിത്യ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അത് ഞാൻ പറയേണ്ടതാണ്. സംബന്ധമില്ലാത്ത കാര്യത്തില് നീ ഇടപെട്ട് കൊളവാക്കാൻ നിൽക്കണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. നീ ഉടുത്തിരിക്കുന്നത് ധാവണിയാ. നിന്റെ ഗെറ്റപ്പിന് ചേരുന്ന പോലെ നല്ല കുട്ടിയായിട്ട് സൈഡിൽ നിന്നിട്ട്. ഇല്ലെങ്കിൽ ഒരു മിനിറ്റ്. മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അയ്യോന്ന് കരഞ്ഞു നടന്നിട്ട് 3 ദിവസം മാത്രം ചിരിച്ചു കാണിച്ച് സിമ്പതി വാങ്ങി അയ്യോ പാവെന്ന് പറഞ്ഞ് നടക്കുന്ന ആളൊന്നും അല്ല ഞാൻ. അങ്ങനെ കരഞ്ഞു പിഴിഞ്ഞൊന്നും നിന്നെ പോലെ ഞാൻ നടക്കാറില്ല. അതുമാത്രല്ല, ആരെന്ത് പറഞ്ഞാലും അത് കേട്ടിട്ട് അങ്ങനെയുള്ളവരാ നല്ലതെന്ന് പറഞ്ഞാ അത് കേട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കുറച്ച് മോശക്കാരിയാ. വേണ്ട അമൂല്യ, ഇത് ശരിയാവില്ല. നീ ഇത്രയ്ക്ക് അസൂയപ്പെടുന്നുണ്ടെങ്കിൽ വേദാന്തന് നിന്നെ അത്ര പോലും കാര്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതാണോ നിന്റെ പേടിയുടെ കാരണം? പറയുന്നത് കേൾക്കാം അമൂല്യ. ഇന്ന് കഫറ്റേരിയയിൽ നീ കുറച്ച് ഓവറായിരുന്നു. ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. നീ മാറി നിന്നാ മതി.
നീ പറയുന്നതൊക്കെ വിശ്വസിച്ച് അങ്ങനെ വീഴുന്ന പെണ്ണൊന്നും അല്ല ഞാൻ. ഞാനും മാറി നിൽക്കാൻ വേണ്ടി തന്നെയാ ട്രൈ ചെയ്തത്. അപ്പൊ നിന്നെ പോലുള്ളവർ അതിനൊന്നും സമ്മതിക്കില്ലാന്ന് വെച്ചാ എന്റെ തീരുമാനം തെറ്റാണെന്ന് തോന്നുന്നു. ഹേയ്, തെറ്റെന്ന് തോന്നി എന്ത് ചെയ്യും നീ? ആൾക്കാരെന്തിനാ എന്നെ റൗഡി ബേബി എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ പ്രാക്ടിക്കലായിട്ട് പ്രൂവ് ചെയ്യേണ്ടി വരും. ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് കരുതി സന്തോഷിക്കണ്ട. ഞാനും നിന്നെ പോലെ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആള് തന്നെയാ. റൗഡി ബേബിയോട് തന്നെ റൗഡിസം കാണിക്കാൻ വന്നാ ഞാൻ വെറുതെ ഇരിക്കണോ? ഇത്രയും ദിവസം ഞാൻ രാമനെ പോലെയായിരുന്നു. ഇനി ഞാൻ എന്നാ കൃഷ്ണനെ പോലെ ആവുന്നേ. വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും നിന്നെ പോലുള്ള ഒരു മര്യാദയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കില്ല. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമൂല്യ, അമൂല്യ, ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട്. 2 ചെവി ശരിക്ക് തുറന്നങ്ങ് കേട്ടു. മാഷിനെ തന്നെ പഠിപ്പിക്കാൻ വന്നാ ഇങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ. ഇത്രയും ദിവസം ഞാൻ നിന്നെ കുറിച്ച് വെറും പാവമാണെന്നൊക്കെയാ വിചാരിച്ചിരുന്നേ. എന്നാ ഇപ്പൊ എനിക്കത് മനസ്സിലായി. വേദാന്തിന്റെ അടുത്തുനിന്ന് മാറുന്ന കാര്യമൊക്കെ പിന്നെ നോക്കാം. ഇനി ഞാൻ മുമ്പത്തെ കാലം അടുക്കും. നിനക്ക് ചെയ്യാൻ പറ്റുന്നതങ്ങ് ചെയ്തോ. വിക്കി, എന്തു പറ്റി? നീ എന്താ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? വിക്കി, ചേട്ടനും അനിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനോട് പറ. നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നിന്റെ കല്യാണം എടുത്തില്ലേ, പിന്നെ നീ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നേ? പ്ലീസ് മുതലിന്റെ അതിനെക്കുറിച്ച് ഇനി ചോദിക്കരുത്. രാവിലെ മുതൽക്കേ ഇതിപ്പോ 4ാമത്തെ തവണയാ. ദിസ് ഈസ് ബിറ്റ്വീൻ മീ ആൻഡ് ചേട്ടൻ. ഇത് ഞങ്ങൾ തന്നെ സോൾവ് ചെയ്തോളാം. വേദാന്ത്, നിങ്ങളാരും ഉറങ്ങാതെ എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. നീ കാരണം നിന്റെ അനിയൻ എന്റെ അടുത്ത് വളരെ റൂഡായിട്ടാ പെരുമാറുന്നേ. ആദ്യം കുറച്ചു നേരമായി ചേട്ടൻ വന്നോ എന്ന് എന്നെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുന്നു. എനിക്കൊരു സൗകര്യം തന്നിട്ടില്ലേ. കല്യാണം ഇങ്ങനെ തൊട്ടടുത്തെത്തി നിൽക്ക്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആരും പറയുന്നുമില്ലേ. ഇനി നീ തന്നെ ചോദിക്ക്. നിങ്ങൾ തമ്മിൽ സംസാരിക്കും. അമ്മയെ സങ്കടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ പെരുമാറിയ ദേഷ്യം കുറയല്ല ചെയ്യാൻ. കൂടെ ഉള്ളൂ. ഞാനൊന്നും റൂഡായിട്ട് പെരുമാറിയില്ല. അമ്മ അത് വെറുതെ പറഞ്ഞതാ. ചേട്ടാ, ഇപ്പൊ എന്താ ധ്രുവിന്റെ അടുത്ത് സംസാരിച്ചാണോ പ്രശ്നമായത്? ഇനി സംസാരിക്കില്ല പോരെ? ആദ്യം ചേട്ടനൊന്ന് ഓക്കെയാവ്. എന്നോടിങ്ങനെ മിണ്ടാതിരിക്കുന്ന എനിക്ക് എന്തോരം വിഷമമുണ്ടാക്കുന്നത്. അവനും ഞാനും തമ്മിലുള്ള പ്രശ്നം എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് അറിയുന്ന കാര്യമല്ലേ വിക്കി? അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. നീയും ആദ്യം എനിക്ക് കുറച്ച് സമയം താ. അമ്മ, ഞാൻ ഒന്ന് പുറത്തേക്ക് വിട്ടു വരാം. എതിർത്ത് സംസാരിച്ചോണ്ടല്ലോ പ്ലേറ്റ് എടുത്ത് എന്റെ തല മതി, മിണ്ടാതിരിക്കേ. നിങ്ങളുടെ ഈ വഴക്ക് കേട്ട് മതിയായി. നിന്നോട് ആരാ കേൾക്കാൻ പറഞ്ഞത്? അത് തന്നെ, ചെവി പൊത്തിക്കോ. നിങ്ങൾ ഈ കിടന്ന് വിളിക്കുന്നത് എനിക്ക് മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാവർക്കും കേൾക്കാം. ഇങ്ങനെ പാവം പോലെ ഇരുന്നിട്ട് അമ്മയുടെ അടുത്ത് എല്ലാ കുറ്റം പറഞ്ഞു കൊടുക്കും. എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? എന്തിനാ അവളോട് ഇങ്ങനെ വഴക്ക് കൂടുന്നത് നിങ്ങൾ? അയ്യോ, അവളെ എന്തിനാ അമ്മ വഴക്ക് പറയുന്നത്? അവള് വലിയ പുണ്യക്കോൾ നല്ല കുട്ടിയാന്ന് പറഞ്ഞതാ. നിനക്ക് അല്ലേലും ഇച്ചിരി കൂടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പൂജ നടത്തിയോ കണ്ണാ? കഴിഞ്ഞു അമ്മേ. വരുന്ന വഴിക്ക് സ്വീറ്റ്സും വാങ്ങി. അല്ല, ഈ വീട്ടിൽ ഇത്രയും ആളുകളുണ്ട്, എന്നിട്ട് ഇത്ര ചെറിയ ബോക്സ് വാങ്ങിച്ചോണ്ട് വന്ന ഇവൻ ആൾ എത്ര പിശുക്കനായിരിക്കും. പാവം, സന്തോഷം കൊണ്ട് വാങ്ങിച്ചോണ്ട് വരുമ്പോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ചുമ്മാ ഇരിക്കും. അത് സ്വീറ്റ് താ ചേട്ടാ. നിക്ക്, ആദ്യം അച്ഛനും അമ്മയ്ക്കും, എന്നിട്ട് നിങ്ങൾക്ക്. ഇതല്ലേ എന്തിനാ മോനെ? 100 വർഷം നന്നായിരിക്കട്ടെ മോനെ. ഈ 100 വർഷം വളരെ കുറഞ്ഞു പോയി.
കുറെ നാളുകൾക്ക് ശേഷം എന്റെ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കുന്നത് പോലെയാ എനിക്ക്. ഇതിന് മാത്രം ഒരു കുറവുമില്ല. എന്റെ ഹിസ്റ്ററിയെ പറ്റി ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ട്രെയിലറും ടീസറും ഒക്കെ ഇറക്കിക്കൊണ്ടേയിരിക്കും. എന്റെ വീട്ടിൽ ആർക്കെങ്കിലും പുറത്തു പോകണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ മതി, ഞാൻ വരാം. ഓ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കോളേജിന്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് നിങ്ങൾ ചെയ്യോ? വേറൊന്നും വേണ്ട നിനക്ക്. ഇപ്പൊ തന്നെ മടിച്ചായിട്ടുള്ളത്. ഇനിയും നീ നടന്നിട്ടില്ലെങ്കിൽ വണ്ണം വെക്കും. ഇപ്പൊ എന്താ മെലിഞ്ഞിട്ടാണോ ഇരിക്കുന്നേ? എന്നെ ചെറിയമ്മ എന്ന് പറയും, ഇവളെ വല്യമ്മ എന്ന് പറയുന്നേ. വേണ്ട, നോക്കുന്നില്ല. ഞാൻ പറയും, ഞാൻ ഇനിയും പറയും. നീ വേണമെങ്കിൽ കണ്ണാടി പോയി നോക്ക്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചുമ്മാ ഇരിക്കും കുറച്ചു നേരം. അമ്മേ, നിങ്ങൾ ഇനി ഒരിക്കലും ഒരിടത്തും നടന്നു പോകേണ്ട ആവശ്യമില്ല. ഓ, അങ്ങനെയാണെങ്കിലേ നമ്മുടെ പ്രമി വീണ്ടും വണ്ണം വെച്ച് പൊട്ടിപ്പോനെ. ഒന്നും മിണ്ടായിരിക്കും. അയ്യോ, ഇവരെന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും നീ കേക്കട്ടെ മോനെ. ഞാനും കല്യാണമായ സമയത്തെ ഇങ്ങനൊക്കെ തന്നെയായിരുന്നു. ഒന്നും മിണ്ടായിരിക്കേ. ഞാൻ അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഇവളിങ്ങനെ ജനിക്കുമായിരുന്നോ? ഏയ്, ഒന്ന് കേക്ക് പിള്ളാരെ. അഞ്ചു ജനിച്ചതിന് ശേഷമേ എന്തോ ഹാർമോണിയൊക്കെ കുറവുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ്. അയ്യോ അമ്മ, അത് ഹാർമോണിയം കുറവല്ല അമ്മ, ഹോർമോൺ ഇംബാലൻസ് ആണ്. അത് തന്നെ. ഉച്ചയ്ക്കൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷെ ആ കഴുത എനിക്ക് വാരി തന്നതിനെ കൊണ്ട് കഴിപ്പിച്ചു. അവള് കാണുന്ന പോലെയല്ല, സാധാരണ പെൺകുട്ടിയൊന്നുമല്ല അവള്. ഭയങ്കര ഇതിനെയാ. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും സീറോയിൽ നിന്ന് ഹീറോയെ ഉണ്ടാക്കാൻ അവക്കറിയാം. പക്ക ലൂസ് ആണെങ്കിലും എതിരെ വരുന്നവരൊക്കെ അവക്ക് കൂളാക്കാനും അറിയാം. എന്നാലും ഒരു കഴുത തന്നെയാ. എനിക്ക് എന്നെ തന്നെ കൂളാക്കാൻ പറ്റുന്നില്ല. ഷേ, എന്തൊക്കെ പറഞ്ഞാലും അവൾ എനിക്കും ആദിക്കും വേണ്ടി എടുത്ത ആ റിസ്കിന്റെ പേരില് ഇനി അവളൊന്നും ഞാൻ പറയില്ല. അതിന് അവളോട് താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ. ശരിയാ, ആ അമൂല്യ എന്റെ കൂടെ ഉള്ളപ്പോൾ മാത്രമേ എനിക്കൊരു സമാധാനം കിട്ടുന്നുള്ളൂ. നീ ഒരു ഈർക്കിലി കമ്പ് പോലെയാ. കുറച്ചുകൂടെ ഭക്ഷണം കഴിച്ചേ. എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൻ എന്നെ ഈർക്കിളി കമ്പെന്ന് വിളിച്ചില്ലേ? സാഹിത്യ പറഞ്ഞതുപോലെ അവൻ എന്നോട് ഒട്ടും ഇഷ്ടമില്ലെങ്കിലോ? ഗ്യാപ്പ് കൂടുന്തോറും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കൂടും. അതെന്താണെന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. അമൂല്യ എന്ന് വെച്ച് എന്താ തമാശയാണോ? ഒരു മരക്കഴുത, ശരിക്കും പൊട്ടത്തിയ. വിക്കി, എന്താ നിനക്ക് പറ്റിയേ? രാവിലെ തൊട്ട് നീ മര്യാദക്ക് സംസാരിക്കുന്നേ ഇല്ലല്ലോ. അതൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് നിന്നൊന്ന് കാണാൻ തോന്നി. ഒന്ന് പുറത്തേക്ക് വരാമോ? എന്താ വിക്കി? എന്തു പറ്റി? ഒന്നുമില്ല, പെട്ടെന്നൊന്ന് കാണാൻ തോന്നി, അതാ ഇങ്ങ് വന്നേ. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ധ്രുവന്റെ കാര്യം ഇപ്പൊ പറയാൻ എനിക്ക് പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാ
അതിന്റെ പേരിൽ ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് പറയാതിരിക്കുന്നത് നല്ലത്. എന്താ എന്ത് പറ്റി? ഒന്നും സംസാരിക്കുന്നില്ല. എന്താ പ്രശ്നം? പ്രശ്നം അങ്ങനെയൊന്നുമില്ലായിരുന്നേ. എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു, അതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാ, അത്രേ ഉള്ളൂ. രാത്രി മുഴുവനും ഒന്നിച്ചായിരുന്നു. എന്നുവെച്ചാ നമ്മൾ രാത്രി മുഴുവനും ടൈം സ്പെൻഡ് ചെയ്തല്ലോ. നീ നേരത്തെ തെറ്റി പറഞ്ഞല്ലേ, അതേപോലെ തന്നെ നമ്മള് രാത്രി ഒരുമിച്ചിരിക്കേണ്ട സമയം ഏതാണ്ട് ആവാറായി. നീ എന്റെ കൂടെ എപ്പോഴുണ്ടെങ്കിൽ എന്റെ മനസ്സ് എന്തോരം ശാന്തമായിരിക്കും നിനക്കറിയോ? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത് വിക്കി. ഒരുപാട് ആലോചിക്കണ്ട. നിങ്ങളെ അലട്ടുന്ന കാര്യം എന്താന്ന് വെച്ചാ അത് എത്രയും പെട്ടെന്ന് ശരിയായിക്കോളൂ. അത് നിനക്കെങ്ങനെ മനസ്സിലായേ ഞാൻ എന്തോ ടെൻഷനിലാണെന്നുള്ളത്? ആക്ച്വലി ഞാനത് പറയാതിരിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചതാണ്. നിങ്ങൾ എന്നെ പ്രൊപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമല്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് വിക്കി. നിങ്ങളെ ഞാൻ നല്ലോണം മനസ്സിലാക്കി. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാ സ്നേഹിച്ചത്. നിങ്ങളിങ്ങനെ ഡള്ളായിട്ടിരിക്കുമ്പോ ഞാനൊന്നും ചോദിക്കാറില്ല. എന്താന്ന് വെച്ചാ കറക്റ്റ് ടൈം വരുമ്പോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. എന്താന്ന് വെച്ചാ നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഒരു കാര്യം പോലും മനഃപൂർവ്വം എന്നോട് മറച്ചു വെച്ചിട്ടില്ല. നീ ഒരു നല്ല കുട്ടിയാണെന്ന് ഞാൻ ഇതുവരെ കരുതിയിരുന്നായിരുന്നു. പക്ഷെ നീ അതിനേക്കാളൊക്കെ നല്ല കുട്ടിയാ. എന്റെ മനസ്സ് മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദി. മറച്ചു വെക്കുന്നതും പറയാൻ സമയമെടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാകും വിക്കി. നിങ്ങൾക്കത് എന്നോട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാര്യമായ എന്തോ റീസൺ ഉണ്ടെന്ന് എനിക്കറിയാം. ഈ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നതിൽ ഒരർത്ഥമില്ലല്ലോ വിക്കി. എന്തായാലും കഴുതയായിരിക്കും. നീ എന്തായാലും അടുത്തൊന്നും ചാവാൻ പോകുന്നില്ല. ഹലോ ഹലോ ബോസ്. ഹലോ, കേൾക്കുന്നുണ്ടോ? പറയൂ അമ്മു. നീ എന്താ ഒന്നും മിണ്ടാത്ത? പെട്ടെന്ന് തലയിൽ എന്തോ തേങ്ങ വീണതുപോലെ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? എന്റെ ബോസിന് മൈൻഡ് വോയിസ് മാത്രമല്ല മൈൻഡിൽ വരുന്ന തോട്ട്സും മനസ്സിലാവും. ഹലോ ഹലോ അമൂല്യ, നിനക്ക് ജീവനോട് ചത്തോ? നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ക്ലാരിറ്റി വേണമായിരുന്നു, അതുകൊണ്ടാ വിളിച്ചത്. ഓഫീസിലെ കാര്യമാണോ? ഓഫീസ് കാര്യമൊന്നും പറഞ്ഞ് ഈ സമയത്ത് വിളിക്കാൻ ഞാൻ എന്താ നിങ്ങളാണോ? ഇത് പക്ക പേഴ്സണലാ. പേഴ്സണലോ? എന്താ അത്? ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് കഫീറ്റീരിയയിൽ വെച്ച് എന്നെ ഈർക്കിളിന്ന് വിളിച്ചില്ലേ? എന്തിനങ്ങനെ വിളിച്ചേ? ഞാനെന്താ അത്ര മെരിഞ്ഞിട്ടാണോ ഉള്ളത്? അതെ, റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കാണോ? ഞാൻ നിന്റെ ബോസാണ്, അത് മറക്കണ്ട. വീണ്ടും തുടങ്ങിയ നിങ്ങളുടെ ഈ സംസാരം. ഇത് ഓഫീസ് ടൈം അല്ല, പേഴ്സണൽ ടൈം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ? നമ്മൾ രണ്ടുപേരും റിലേറ്റീവ്സ് ആയതുകൊണ്ടാ വിളിച്ചത്. ബോസ് ആണത്രേ, ബോസ്. നീ എന്നെ ബോസ് എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട്? അറിയാതെ ചിലപ്പോ എന്റെ വായിന്ന് തെറ്റൊക്കെ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആയിക്കോട്ടെ. പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞിട്ട് ഓഫീസിലെ കഫേയുടെ കാര്യമാണല്ലോ പറയുന്നത്. നിങ്ങൾ വിഷയം മാറ്റണ്ട. എന്തിനാ എന്നെ ഈർക്കിളിന്ന് വിളിച്ചതെന്ന് ആദ്യം പറ. ഞാൻ റൗഡി ബേബി ആണെന്നുള്ള കാര്യം അറിയാതെ പോലും മറന്നു പോലെ കള്ളച്ചെറുക്ക. ഫൈനലി നീ പഴയ കഴുത തന്നെ ആയിപ്പോയി, മരക്കഴുത. ഈ വിഷയം മാറ്റാനായിട്ട് നിങ്ങൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാറില്ല. റൗഡി ബേബി എന്ന് എനിക്ക് വെറുതെ കിട്ടിയ പേരാണോ? ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വാ. ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് ഗൂഗിളില്.
ഈ ലൂസ് സ്റ്റോക്സ് ഒക്കെ നിർത്തി വല്ലതും വായിക്കാനുണ്ടെങ്കിൽ നീ അതിൽ കയറി ഒന്ന് നോക്കിയാ മതി. ഹലോ, അതിന് ഞാൻ ഇനി കഥയൊക്കെ വായിച്ച് പുതിയ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി സിനിമയൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ. കഥ വായിക്കാനും സമയമില്ല, ഒന്നിനും സമയമില്ല. ആദ്യം ചോദിച്ച കാര്യത്തിന് ഉത്തരം പറയാൻ നോക്ക്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നല്ല പോലെ തന്നെ സമയത്ത് നടക്കും. അത്രേ ഉള്ളോ? പിന്നല്ലാതെ, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഹലോ, അമൂല്യ, ഹലോ. ഇവളീ ലോകത്തിലെ ഏറ്റവും വലിയ കഴുത, ബിഗ്ഗസ്റ്റ് കഴുത ഓഫ് ദ ഇയർ. വേറെ എന്തോ സംസാരിക്കാൻ എന്നെ വിളിച്ചത്. കഴുത. സുമേഷേട്ടാ, നിങ്ങൾ ജെയിംസ് ബോണ്ട് ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചത് ഒട്ടും ശരിയായില്ല. മൂപ്പർക്ക് ഭയങ്കര വിഷമായി. അതിന് സോറി പറഞ്ഞല്ലോ പാനി. സുമേഷേട്ടാ, ജഗദീഷ് ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണെന്നേ. നീ വിചാരിച്ചാൽ നടക്കാത്തായിട്ട് ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് നടത്തിത്താ എന്റെ പാനി. സുമേഷേട്ടാ, നിങ്ങൾ എന്നോട് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. അയ്യോ, ഇതിന്റെ ഇടയ്ക്ക് ഈ പ്രേതം പിന്നെയും വന്നോ ദൈവമേ. അയ്യോ ചേച്ചി, നീ ഓഫീസിൽ പോകുമ്പോ എന്നെ കൂടി ഒന്ന് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യോ? എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഒരുപാട് ലേറ്റ് ആവും. ചേച്ചി, നീ എന്നെ ആദ്യം ഡ്രോപ്പ് ചെയ്യേണ്ടത്. എന്താന്ന് വെച്ചാ എനിക്ക് നേരത്തെ പോകേണ്ട കാര്യമുണ്ട്. പെർമിഷൻ വാങ്ങിക്കണം. HOD 11 മണി വരെ ഉണ്ടാവുള്ളൂ. ക്ലാസ് വിടാൻ തന്നെ 11 കാലാവും. അതുകൊണ്ട് എനിക്ക് നേരത്തെ പോയി പെർമിഷൻ വാങ്ങിക്കണം. മരക്കഴുതേ, എന്തെങ്കിലും പറഞ്ഞ് നടന്നു പോകാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഇങ്ങനെ പറയുന്നേ? എടി മരക്കഴുതേ, ഞാൻ നിന്നെ പോലാണെന്ന് വിചാരിക്കരുത് കേട്ടോ. നിനക്ക് എന്തിനാണ് ഈ സ്പെഷ്യൽ ക്ലാസ്? റാങ്ക് അല്ലേ വാങ്ങിക്കുന്നത്? അതെല്ലാം കുറച്ച് മാർക്ക് കിട്ടുന്നവർക്കാ. ഇത് പ്രിപ്പറേറ്ററി എക്സാമിന് പ്രിപ്പയർ ആകാൻ വേണ്ടി എടുക്കുന്ന ക്ലാസ് ആണ്. ഞാൻ നിന്നെ പോലെ വെറുതെ കള്ളം പറയില്ല. എന്താ എന്നെ പോലെന്ന് വെച്ചാ ഞാൻ സത്യമാ പറയുന്നേ. നോക്കി ചേച്ചി, ഇവളെന്താ പറയുന്നെന്ന്. നീ ഒന്ന് വെറുതെ ഇരിക്കേ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. പക്ഷെ എന്റെ റാണിക്ക് നിങ്ങളെ കേറ്റിക്കൊണ്ടു പോകാൻ ഒട്ടും മനസ്സില്ല മോളെ. എന്താ പറഞ്ഞ മുതുക്കി? അന്ന് ചേച്ചിയുടെ എൻഗേജ്മെന്റിന് നമ്മൾ 3 പേരും പോയില്ലേ? അയ്യോ, അന്നത് എമർജൻസി ആയതുകൊണ്ട് മാത്രം പോയതാ. അല്ലാതെ അവളുടെ സർവീസ് ഒന്നും ആയിട്ടില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്ന സ്വഭാവം ഉണ്ട് അവൾക്ക്. ഇനി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാലോ. നിന്റെ ബാഗ് കൊണ്ടാൻ വേറൊരു വണ്ടി വേണം. റോഡിൽ ചിലപ്പോ പോലീസും കാണും. അന്ന് റോഡ് പണി നടക്കുമായിരുന്നോണ്ട് കുഴപ്പമില്ലായിരുന്നു.